അപ്പോ സ്കൂളിൽ ആരോടും പറയാതെ വീട്ടിലേക്ക് വന്നിട്ട് വീട് കാണിച്ചിട്ടേക്കണ കണ്ടില്ലേ? നീ എങ്ങനെയാ സ്കൂളിൽ നിന്ന് വന്നത്? നിന്നെ എല്ലാരും എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയോ? ടു ബാഡ് സിഹി. നമ്മുടെ സിഹി ഇങ്ങനെയായിരുന്നു അപ്പോ? എത്ര ഡിസിപ്ലിൻഡ് ആയിരുന്നു. എന്നാ ഇവളോ? എനിക്ക് നല്ല സംശയമുണ്ട്. ഇവൾക്ക് ഒറ്റയ്ക്ക് ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവളുടെ കൂടെ വേറെ ആരും ഉണ്ട്. ആരാ ഉള്ളേന്ന് ചോദിച്ചിട്ട് അവൾ ഒന്നും പറയുന്നില്ല. നീ തന്നെ അവളോട് ചോദിക്ക. മേമ, വേറെ ആരുണ്ടാവാനാ? ഭാർഗവ്, ഇൻക്ലൂഡിംഗ് ടെറസ് മുഴുവൻ ഞാൻ അന്വേഷിച്ചു. ഇവിടെ ആരുമില്ല. സിഹിമോളെ, എന്തു പറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ല? കളിക്കുമ്പോ വീണ് പൊട്ടിപ്പോയതാണോ? അത് കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ചെയ്യാൻ പറയാം. സൂക്ഷിച്ചു കളിക്കണ്ടേ മോളെ. പ്രശ്നം ക്ലീൻ ചെയ്യുന്നതല്ല അപ്പോ. ഇവളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അതാണ് പ്രശ്നം. അച്ഛന് മനസ്സിലായി അവരുടെ കാര്യം. ചോദിക്കുമ്പോ അവള് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? മേമ, അവള് പേടിച്ചിട്ടാ അത് അവളൊന്നും പറയാത്ത. കുട്ടികളാവുമ്പോ ഇങ്ങനെ മെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ സാധാരണയല്ലേ. അതിനിങ്ങനെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അശോക, എടാ, എന്തെങ്കിലും ചെയ്ത് അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവാ. മേമ, അവളോട് ഞാൻ പറയാം. മേമ, ഇനി ഒരിക്കലും മോളിങ്ങനെയൊന്നും ചെയ്യില്ല. നീ പറഞ്ഞിട്ട് കാര്യമില്ല. മേമ ഇങ്ങ് വന്നേ, ഞാൻ പറയാം. ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. ശരിച്ചാ, ഹൈലൈറ്റ്സ് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അയ്യോ, എന്റെ വിഷമം മനസ്സിലാക്കാൻ നീ ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. മാൻ ഓഫ് ദ മാച്ച് ആരാന്ന് കണ്ടില്ല. ഞാനതൊന്ന് പോയി നോക്കിട്ട് വരാം. അനി, നീയും ഫ്രഷ് അപ്പ് ആക്, ചെല്ല്. സിഹി, നീ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാ ഞാൻ അവിടുന്ന് പോന്നത്. ആ മേമ? ഇല്ല മേമ, ഞാൻ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സോറി ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ വിഷമിപ്പിച്ചതിന്. മനഃപൂർവ്വം ചെയ്തതല്ലേ സാറേ, അറിയാതെ പറ്റിയതാ. ഫോർഗിവ് us. ശരി ശരി, ഇവിടെ നിന്ന് ആദ്യം പോവാൻ നോക്ക്. ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. സുബി ഞങ്ങളെ അതുവഴിയാ കൊണ്ടുവന്നത്. തിരിച്ചെങ്ങനാ പോകുന്നേന്ന് ഒരു ഐഡിയ ഇല്ല ഞങ്ങക്ക്. ശരി ശരി, വാ പോവാൻ നോക്കാം. നിങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. വാ മോളെ.
പറഞ്ഞത് സത്യമാണോ? നീ നിന്റെ ടീച്ചറോട് പറയാതെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നോ? ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല സീതമ്മ. എന്ത് പറ്റി മോളെ? വീട്ടിലേക്ക് വന്നെല്ലാം വലിച്ചു വാരി ഇട്ടല്ലേ? എല്ലാം നീറ്റായിട്ട് നോക്കണ്ടേ മോളെ? ഈ സ്വഭാവമൊക്കെ നീ എവിടുന്നാ പഠിച്ചേ? വാ അശോക്. സീത, അങ്കിൾ ഇവിടെയാണോ? അപ്പോ കുട്ടിലിംഗവും ജാക്കി ചേട്ടനും കാവേരി ചേച്ചിയും പോയില്ലേ? അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളെന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? റാം എവിടെ? റാം മേലെയുണ്ട്. ഞാനിവിടെ മെയിൽ ചെക്ക് ചെയ്യായിരുന്നു. ഓ ശരി. ഈ സുബി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. അഞ്ജനയ, സുബിയുടെ ഫ്രണ്ട്സിനെ ആരുടെ കണ്ണിലും പെടുത്താതിരിക്കണേ പ്ലീസ്. അവരെ കൊണ്ട് പുറത്തേക്ക് വാടാ. ഞാൻ പുറത്ത് ക്ലാറിന്റെ അടുത്തുണ്ട്. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. അശോക്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? കുറച്ച് വെള്ളം കുടിക്കാൻ. വേഗം 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 കയറ്. സൂക്ഷിച്ചേറ. പോവാൻ നോക്ക്. താങ്ക് യു സോ മച്ച്. എടാ CCTV CCTV ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, ഫുട്ടേജസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വേഗം ചെല്ല്. ബൈ. ബൈ. രാമ, അശോക, നിങ്ങൾ കളിക്കുന്ന ഈ കണ്ണാരം പൊത്തി കളിയിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉള്ളേന്ന് ഈ ഭാർഗവിക്ക് അറിയണം. ഗീത, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ? മാഡത്തിനോട് പറഞ്ഞാൽ വലിയ പ്രശ്നമാവുമല്ലോ. ഇപ്പൊ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഗീത, നിന്നോടാ ചോദിച്ചത് ആരെങ്കിലും വന്നിരുന്നോന്ന്. ഇല്ല ഇല്ല മാഡം, ആരും വന്നില്ല. ശ്വേത. ആ മാഡം. നീ കണ്ടിരുന്നോ ആരെങ്കിലും വന്നിരുന്നത്? ഇല്ല മാഡം, ഞാൻ ആരെയും കണ്ടില്ല. വീടെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ട് ഇവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയായിരിക്കും. അനി, ഇവിടെ വാ. സ്കൂളിൽ എന്തോ ഉണ്ടായത്? സിഹ എന്തിനാ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വന്നത്? അറിയില്ല മോം, അവളുടെ സ്കൂൾ ബാഗും അവിടെ വെച്ചിട്ടാ വന്നത്. ചോദിച്ചപ്പോ അവൾക്ക് സ്കൂൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു.
സ്കൂളിൽ സിഹി നോർമൽ ആയിരുന്നോടാ? അവക്കില്ലേ അവളുടെ ക്ലാസ് റൂം ഏതാന്ന് പോലും ഓർമ്മയില്ലായിരുന്നു. ഞാൻ അവളെ ക്ലാസ് റൂമിലാക്കി കൊടുത്തത്. ശ്വേത, ഗീത, നിങ്ങൾ രണ്ടാളും അകത്ത് പോയി ജോലി നോക്കും. ഇങ്ങോട്ട് വന്നേ. അനി, നീ ഇനി മുതൽ സിഹിയോട് നന്നായിട്ട് ക്ലോസ് ആവണം. അവൾ ആരോട് സംസാരിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നോട് പറയണം, കേട്ടല്ലോ? എന്തിനാ മോ? എന്തിനാണെന്ന് ചോദിച്ചാ സിഹി ഇപ്പൊ ആദ്യത്തെ പോലെ അല്ലടാ. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയണ്ടേ മോനെ? നീയില്ലേ അവളോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം. അവളുടെ ഫാമിലിയെ കുറിച്ചും അവളുടെ ഫ്രണ്ട്സ് ആരാ എല്ലാം ചോദിക്കണം, കേട്ടോ? മോം, അവളുടെ ഫാമിലി നമ്മളല്ലേ. അവളുടെ ഫ്രണ്ട്സ് ആരാന്നൊക്കെ എനിക്കറിയാം. പിന്നെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? പറഞ്ഞതനുസരിച്ചാ മതി. സിഹി അല്ലാന്ന് പ്രൂവ് ചെയ്യാനുള്ള യാതൊരു ശ്രമങ്ങളും ഭരിക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാമ, സോറി കേട്ടോ, നിങ്ങളൊക്കെ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആരും കാണാതെ നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരേണ്ടി വന്നു. കാരണം അവിടുത്തെ അവസ്ഥ ഇപ്പൊ അതാ. അയ്യോ സാറേ, സോറി ഒന്നും പറയല്ലേ. സുബിയെ കാണാൻ ഒരു ആഗ്രഹം തോന്നി. സുബി കം. ആക്ച്വലി ഞാൻ അവളെ വീട്ടിലോട്ട് കൊണ്ടുവരണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കുംഭമേളയ്ക്ക് പോകേണ്ടി വന്നത്. പിന്നെ തിരക്കിൽ ഇത് മറന്നും പോയി. ഇനി മുതൽ ഞാൻ അവളെ വീട്ടിലോട്ട് മറക്കാതെ കൊണ്ടുവന്നോളാം. ഡോണ്ട് വറി. സർ, തെറ്റ് ഞങ്ങളുടെയാ. ഞങ്ങൾ വരാൻ പാടില്ലായിരുന്നു. സുബി വാശി പിടിച്ചപ്പോ ഞങ്ങൾ വീട്ടിൽ കയറിയത് വളരെ തെറ്റായി പോയി സാറേ. അവള് കുഞ്ഞല്ലേ, ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ കയറിയത് സാറിനൊക്കെ ബുദ്ധിമുട്ടായല്ലേ. ഐ എം റിയലി സോറി സാർ. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. സാർ, സുബി നിങ്ങളുടെ കൂടെ സുഖമായിട്ടാ കഴിയുന്നേന്നറിയാം. എന്നാലും സുബിയെ വിട്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ആഴ്ചയിൽ ഒരിക്കല് അവളെ മറക്കാതെ കൊണ്ടുവരണേ. എനിക്ക് മനസ്സിലാവും മോളെ. ഇനി മുതൽ 100% എല്ലാ ആഴ്ചയും ഞാൻ കൊണ്ടുവന്നിരിക്കും. സുബിയെ കണ്ടില്ലെങ്കിൽ മുത്തശ്ശനും വലിയ വിഷമാവും. പിന്നെ മുത്തശ്ശൻ നന്നായിട്ട് കുടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി കളയും. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് മനസ്സിലാവും മോനെ. ഇനി മുതൽ ഞാൻ തന്നെ അവളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു. ഓക്കെ, ഒരു മടിയും വേണ്ട. സർ, ഞങ്ങൾക്ക് ഈ സ്പൂണും കൊണ്ടൊന്നും കഴിച്ച് ശീലമില്ല. കൈ കൊണ്ട് കഴിച്ചോട്ടെ. ഷുവർ, പ്ലീസ്. സ്കൂളിലേക്ക് പോവില്ല എന്നിങ്ങനെ പറയാൻ പാടില്ല മോളെ. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല സീതമ്മ. കാരണം എന്താന്ന് പറ. എനിക്ക് അവിടെ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ നിനക്കിപ്പോ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നേ? ഇത്രയും കാലം മനസ്സിലാക്കിയതല്ലേ. ഇപ്പൊ നിനക്ക് എന്താ ടഫായിട്ട് തോന്നുന്നുണ്ടോ? പറഞ്ഞു തരാൻ ഞാനില്ലേടി നിനക്ക്. സീതമ്മ, ഞാൻ പോകില്ല. ബോർഡിംഗ് സ്കൂളിൽ തന്നെ നിർത്തണമായിരുന്നു നിന്നെ. അപ്പൊ നീ പഠിച്ചേനെ. പാവല്ലേ, അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നോട്ടെ എന്ന് കരുതി കൊണ്ടുവന്നപ്പോ സംസാരം കണ്ടില്ലേ അവളുടെ? ഭാർഗവീമ പറഞ്ഞതല്ലേ ബോർഡിംഗ് സ്കൂളിലാക്കാനായിട്ട്. അങ്ങനെ കൊണ്ടാക്കിയല്ലേ നീയൊക്കെ നന്നാവൂ. അല്ല, ബഡ്ഡി ബംഗാരമ്മ ആന്റി എന്തിനാ എന്നെ ഏതോ സ്കൂളിൽ കൊണ്ടാക്കിയത്? നീ എന്തിനാ ബഡ്ഡി ബംഗാരമ്മ ആന്റി എന്നൊക്കെ പറയുന്നേ? മുതിർന്നവരെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, ബഹുമാനം കൊടുക്കണം. ആന്റി എന്ന് വിളിച്ചാ മതി. ഇനി മോളെ, ഞാൻ നിനക്ക് എത്ര പറഞ്ഞു തന്നാലും ടീച്ചർ അവിടുന്ന് പറഞ്ഞു തരില്ലേ, അത് നിനക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ നീ വളരണം. അപ്പോഴേ നീ വളരൂ.
നാലാൾക്കിടയിൽ എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എപ്പോഴും നിനക്ക് മനസ്സിലാവൂ. വിദ്യാഭ്യാസം ദൈവമാണ്. ദൈവം എവിടെയാ ഉണ്ടാവുക? അമ്പലത്തില്. അപ്പോ അമ്പലത്തിലേക്ക് പോവില്ലെന്ന് ആരെങ്കിലും പറയോ? സിഹി, വാ നമുക്ക് കളിക്കാം. വരുന്നു, നടക്ക്. അനിയൊരു ഇതെന്താ ഇപ്പൊ ഇവളിങ്ങനെയൊക്കെ പറയുന്നേ? സ്കൂളിലേക്ക് വരെ പോകുന്നില്ല എന്ന് പറയുന്നു. എന്താ ഇവൾക്ക് പറ്റിയത്? സിഹി, എന്താ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഈ അനിയും അവന്റെ അമ്മയെ പോലെ ആയിട്ടുണ്ട്. സുബി, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ വീട്ടിലുള്ളത് ആരൊക്കെയാണെന്ന് നിനക്ക് അറിയില്ലേ അനി? നിന്റെ വീട്ടുകാരെ, എന്റെ വീട്ടുകാര്: സീതമ്മ, ശ്രീരാം, ഭാർഗവി ആന്റി, ക്രിക്കറ്റ് അങ്കിൾ, ക്യൂട്ട് ചേച്ചി, സത്യ അങ്കിൾ, പിന്നെ നീയ്, മുത്തശ്ശൻ. നിനക്ക് അങ്ങനെ തന്നെ വേണോ അനി? നിന്റെ അമ്മ പറയണ കേട്ടിട്ട് നിനക്ക് സുബി ഡൗട്ടാണോ? നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ഇന്ന ഇതിൽ നീ കളിച്ചോ. എന്താ നോക്കുന്നേ? എപ്പോഴും ടാബ് താ, എനിക്കതിൽ കളിക്കണം എന്ന് പറയുന്നതല്ലേ. ഇന്നിപ്പോ ഞാനിത് തന്നിട്ടും നീ കളിക്കാത്ത എന്താ? നീ ഇപ്പൊ കളിച്ചോ, കുറച്ച് കഴിഞ്ഞ് തന്നാ മതി. സുബി, ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ചെയ്തോ. സീത, സീത, എന്തു പറ്റി? റാം, സിഹി എന്തിനാ ആരോടും പറയാതെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്? കാര്യം എന്താണെന്നറിയാൻ ഞാൻ ടീച്ചറിനെ ഫോൺ ചെയ്തിരുന്നു. അവരെത്ര റഫായിട്ട് സംസാരിച്ചെന്നറിയോ? സിഹിക്ക് ഹോം സ്കൂളിംഗ് കൊടുക്കണമെന്ന് വരെ പറഞ്ഞു. ഇതൊക്കെ എന്താണ് റാം? സീത, നീ വെറുതെ ടെൻഷൻ ആവല്ലേ. ഇത്ര ദിവസം നമ്മളുള്ള സ്കൂളിലേക്ക് വിട്ടില്ല. ഇപ്പൊ അവക്ക് പോകാൻ മനസ്സും വരുന്നില്ല. അത് മാത്രമല്ല, ക്ലാസ്സിൽ ഇപ്പൊ പഠിപ്പിക്കണമെന്ന് അവിടെ തലയിലോട്ട് കേറുന്നുമില്ല. റാം, സിഹിക്ക് സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എത്ര നന്നായിട്ട് അവള് പഠിക്കാറുന്നെന്നറിയോ? ശരിക്കും മിടിക്കുക അവള്. ഇപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചേ? സ്കൂളിനെ ഇത്രയൊക്കെ നെഗ്ലക്ട് ചെയ്ത് ഇപ്പൊ പോവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എല്ലാം കൂടി ഒരുമിച്ച് നടക്കുന്ന എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നില്ല. സീത, ഇത്രയും ദിവസം അവൾക്ക് വീട്ടിൽ ഇരുന്ന് കളിച്ചുകൊണ്ട് TV ആണെന്നൊക്കെ ശീലമായി പോയി. സ്കൂളിലെ ലൈഫ് അവൾക്ക് അഡ്ജസ്റ്റ് ആവുന്നില്ല. ഇനി ഫോഴ്സ്ഫുള്ളി നമ്മളവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടാ അതെങ്ങനെ അവൾ അഡ്ജസ്റ്റ് ചെയ്യും? എക്സാംസ് ഒക്കെ അടുത്ത് വരുന്നത് കൊണ്ട് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്ന ടീച്ചറും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വർഷം നമുക്ക് അവൾക്ക് ഹോം സ്കൂളിംഗ് കൊടുക്കാം സീത. അതുപോലെ നീ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഞാനെല്ലാം നോക്കിക്കോളാം. പക്ഷേ റാം, സിഹി പഴയ പോലെ ആവുമല്ലോ അല്ലേ? സീത, നമ്മുടെ മകള് പഴയ പോലെ തന്നെയാണ്. നീ വെറുതെ ഓവർ തിങ്ക് ഒന്നും ചെയ്യല്ലേ. നമ്മുടെ മകൾ എന്തൊക്കെ മറന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പതിയെ പറഞ്ഞു കൊടുക്കാം. അവൾ മിടുക്കിയാണ് സീത, എല്ലാം വേഗം പഠിച്ചോളൂ. ഡോണ്ട് വറി. സിഹി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ നീ? എന്തു പറ്റി? മോം, സിഹിക്ക് ഈ ടാബ് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പോലും ഓർമ്മയില്ലെന്ന്. ഇവക്കൊന്നും അറിയില്ല. ഗെയിം കളിക്കാൻ കൊടുത്താ കളിക്കുന്നുമില്ല.
എനിക്ക് കളിക്കാൻ അറിയില്ല, പറഞ്ഞതാന്നാ പറയുന്നേ. ആ ഭാർഗവി മേമ അനിയെ പിരിയേറ്റ് വിട്ടതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിഹി, നിനക്ക് ടാബ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലേ? അത് മറന്നുപോയോ നീ? അതെങ്ങനെയാ? സീത, പാവം നമ്മുടെ സീമോക്ക് ടാബിലൊന്നും ഗെയിം കളിച്ച ശീലമൊന്നുമില്ലല്ലോ അല്ലേ? പാവം നമ്മൾ മറന്നുപോയതായിരിക്കും. അനിമോനെ, നിങ്ങൾ പോയി വേറെ എന്തെങ്കിലും ഗെയിം കളിക്കും കേട്ടോ. സിഹിക്ക് ഞാൻ ഗെയിം കളിക്കാനൊക്കെ പഠിപ്പിച്ച് കൊടുത്തതായിട്ടാ, പക്ഷെ അവളിപ്പോ എല്ലാം മറന്നുപോയി. ഇവൾക്കിപ്പോ ടാബ് യൂസ് ചെയ്യാനൊന്നും അറിയില്ല. ഇറ്റ്സ് ഓക്കെ, അവള് വീണ്ടും പതിയെ പഠിച്ചോളും. മോളെ, നീ സീതനോട് ചെല്ലേ കേട്ടോ. വാ സിഹി. അനിമോനെ, സാധനമേമ്മ നല്ല ചൂടുള്ള സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം വേഗം കഴിച്ചപ്പോ. ആണോ? ഈ ഭാർഗവി മേമ സുബി സിഹി അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക. പക്ഷെ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അപ്പൂ, ഒന്ന് നിക്ക്.